എല്ലാവർക്കും ബയോമെക്കിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കോവിഡ് കേസസ് ഒക്കെ ഇപ്പോൾ കൂടുന്ന സാഹചര്യമാണ്. എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും മാനിക്കുക, പാലിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അല്ല, നമ്മൾ ഫിക്സഡ് ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ചെയ്യുന്നത്. കോൺക്രീറ്റിലും ഫെറോസിമെന്റിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നൊരു മോഡലാണ്. ഭൂമിയുടെ അടിയിലാണ് ചെയ്യുന്നത്. മോഡലിൻ്റെ മാനുഫാക്ചറിങ് ആണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. എങ്ങനെയാണത് ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറയുന്നത് സൈറ്റ് വിസിറ്റ് ആണ്. സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുകയുള്ളൂ. വെറുതെ നമ്മൾ ഫോണിലൂടെയുള്ള വെർബൽ ഡിസ്കഷനിൽ നമ്മൾ ഈ പ്ലാന്റ് ചെയ്യില്ല. ഓൺ സൈറ്റ് പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യുള്ളൂ. ഉറവയുള്ള സ്ഥലമാണോ എല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പ്ലാന്റ് ചെയ്യാൻ ആരംഭിക്കുള്ളൂ. ഫസ്റ്റ് പ്രോസസ്സ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ്. മറ്റേതെല്ലാം ബാക്ക് എൻഡ് പ്രോസസ്സാണ്. അപ്പം എന്തായാലും കുഴിയെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. കുഴി എന്ന് പറയുന്നത് ഇത് തേർഡ് കൊമേഴ്ഷ്യൽ മോഡൽ, തേർഡിൽ ഫിക്സഡ് മോഡലാണ്. അതിൽ നമ്മൾ കുഴിയെടുക്കുന്നത് ഏകദേശം ഒരു 13 അടി റൗണ്ടും അതുപോലെ തന്നെ ഒരു 4.5 അടി 5 അടി താഴ്ചയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 30 മുതൽ 40 കിലോ വരെയുള്ള വേസ്റ്റോ ചാണകവും നമുക്ക് ഒഴിക്കാം. വേസ്റ്റ് ആണെങ്കിൽ 30 കിലോ ലിമിറ്റ് ചെയ്യണം. ചാണകമാണെങ്കിൽ 35 കിലോ വരെ നമുക്ക് ഡെയിലി ഫീഡ് ചെയ്യാം. ഗോമൂത്രം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ്, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട അൺലിമിറ്റഡ് ഗ്യാസ് ഈ മോഡലിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഫാമും വീടിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലെ വേസ്റ്റ് കൊണ്ടാണ് അവർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കുഴിയെടുത്ത് നമ്മൾ ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം അടിഭാഗം ഫണൽ ഷേപ്പ് ആക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. ഇതിൽ 1 അടി നമ്മൾ എക്സ്ട്രാ ഇടുന്നത് നമുക്ക് പണിയാനുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. കുഴിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കലാണ്. ഇത് ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ പുറം പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കുന്ന പ്രോസസ്സ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ മോഡൽ പ്ലസ് ഇതിൻ്റെ മുകളിലൊരു മോഡലുണ്ട്. ഈ 2 മോഡൽ മാത്രമേ നമ്മൾ ഫെറോസിമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണ്. ഫ്രെയിം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രെയിം കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനെ പ്ലാസ്റ്റർ ചെയ്യുന്ന മെത്തേഡാണ് നെക്സ്റ്റ്. ഇനി ഇത് പ്ലാസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് 2 ഹോളുണ്ട്, ഇൻലെറ്റും ഔട്ട്ലെറ്റും. അതിൽ ഇൻലെറ്റിൻ്റെ പൈപ്പ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ ഇത് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ല തിക്നെസ്സിലാണ് പ്ലാസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ ഉറവയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യുകയുള്ളൂ. അത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവ് വന്നുകൊണ്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും 10 ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്ററിങ് ഔട്ടർ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പോക്കറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടാങ്കാണ്. സ്ലറി ടാങ്ക് എന്ന് പറയും. അത് പോക്കറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ലറി ടാങ്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ പോക്കറ്റ് വരെ നമ്മൾ ഈ കൗഡങ് ഫുൾ സീൽ ചെയ്ത് നിർത്തും. ബാക്കി വരുന്ന ഓവർഫ്ലോ ആണ് സ്ലറി ടാങ്കിൽ കളക്ട് ചെയ്യുന്നത്. സ്ലറി ടാങ്കും ഇൻലെറ്റ് ടാങ്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ആയിരിക്കും. ബ്രിക്ക് കൺസ്ട്രക്ഷനിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്രിക്കിലും കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഏതാണെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല. പ്ലാസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഏത് കൺസ്ട്രക്ഷൻ ആയാലും നമുക്ക് പ്രോബ്ലംസ് വരുന്നില്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്ലറി ടാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം മണ്ണുകൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ മണ്ണ് കളക്ട് ചെയ്ത് ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പിന്നെ കൗഡങ് ഫീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഇതിൽ പ്രത്യേകിച്ച് പ്രോസസ്സൊന്നും ബാക്കിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 5 ഡേയ്സ് നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൗഡങ് ഫീഡ് ചെയ്യുന്നത്. ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഹൈ പ്രഷർ സിസ്റ്റമാണ്. അതായത് സ്ലറി ഗ്യാസ് സ്റ്റോറേജ് അതിൻ്റെ ഒരു റേഷ്യോയിലാണ് ഇതിൻ്റെ പ്രഷറൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സ്ലറി എത്രത്തോളം പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്യാസ് കൺസംഷൻ പ്രൊപ്പോർഷണലായിട്ടാണ്. അതായത് എത്രത്തോളം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അല്ലെങ്കിൽ സ്ലറി അത്രയും തന്നെ നമ്മൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഈ മോഡല് സ്ഥലമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മോഡൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ പോർട്ടബിളിൻ്റെ തന്നെ സെയിം വാറണ്ടി തന്നെയാണ് നമ്മൾ ഇതിനകത്തും കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ വർക്കിംഗ് രീതികൾ അത് മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതൊരു കൊമേഴ്ഷ്യൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ചാണകം നിറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചാണകം ലോഡ് ചെയ്തതിന് ശേഷമാണ് വെള്ളം നിറയ്ക്കുന്നത്. ഓട്ടോമാറ്റിക്കലി മിക്സ് ആയിക്കോളും. പിന്നെ ഈ മോഡലിൽ ഇത്തിരി കട്ട പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വന്നുകൊണ്ടും ഈ മോഡൽ വർക്ക് ചെയ്യാതെ വരുന്നില്ല, പോർട്ടബിൾ പോലെയല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ചാണകം നിറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെയുള്ളൊരു കാര്യം തന്നെ, നമ്മൾ ചാണകക്കുഴിയിലേക്ക് ചാണകം നിറയ്ക്കുന്ന പോലെ തന്നെ ഒരു പ്രോസസ്സാണ്. ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മിക്സ് ആവും. നമ്മൾ ഇത്തിരി ലൂസ് ടൈപ്പ് ചാണകമാണ് ഫിക്സഡ് പ്ലാന്റിൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്. ആ വീഡിയോ നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫിക്സഡ് പ്ലാന്റിൻ്റെ ആവശ്യങ്ങൾ ആർക്കെങ്കിലും ഫാമുകളോ ഓഡിറ്റോറിയം അതുപോലെ തന്നെ വലിയ വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ലൈസൻസിനായിട്ടുള്ള കാര്യങ്ങളും ഫാം ലൈസൻസിനായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ പ്രത്യേക മോഡലുകൾ ചെയ്യുന്നുണ്ട് ഫിക്സഡ് ടൈപ്പിൽ തന്നെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡറുകളുടെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ് നമ്പറും അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, സ്റ്റേ സേഫ്.